ഹലോ ഗായ്സ്, കണ്ടില്ലേ, നാളത്തെ പണിക്കാർക്കുള്ള മീനാണ് നെമ്മീൻ. അതായത് അയക്കൂറ എന്ന് പറയും, അറബിയിൽ സനാത്ത് എന്ന് പറയും. കണ്ടില്ലേ, എന്താ വലിപ്പം, നല്ല ഫ്രഷ് മീനാണ്. അതിലേക്കൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ, എന്നും ആടും കോഴി നിന്നിട്ട് കാര്യമില്ലല്ലേ, ഇടയ്ക്ക് ഇതുപോലത്തെ നല്ല ഫ്രഷ് മീനെ കഴിക്കല്ലേ. ഇപ്പോൾ 1 2 3 9 പേരുണ്ടല്ലേ. 1 2 3 4 5 6 7 8 9 പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ച് കിട്ടണത്. അല്ലെങ്കിൽ തികയത്തില്ല. 1 2 3 4 5 6 7 കൂടുതലെടുക്കണം. നമുക്ക് വലിയ മീൻ വെട്ടി പരിചയമില്ല, എന്നാലും ഒന്ന് വെട്ടിയെടുക്കുകയാണ്. ഒന്ന് 2 3 4 5 6 7 8 അതല്ലേ. ഈ പീസിൽ 9 പീസാക്കി, കാരണം ഇവിടെ 9 പേരുണ്ട്. ഫ്രഷ് മീനായുണ്ട്, പെട്ടെന്ന് പൊളിയൊന്നുമില്ല, കറക്റ്റ് തുണ്ടം വീണ്. ഇല്ലേ, ഇത് എത്ര റിയാലാണെന്ന് അറിഞ്ഞു. 27 റിയാലാണ്. അതായത് 2 കിലോ ഉണ്ട്. 1 കിലോയ്ക്ക് 13.50. തരക്കേടില്ല, കുഴപ്പമില്ല. തറപ്പാകമുണ്ട്. അങ്ങനെ മുറിച്ച് അതെ, നല്ല ഫ്രഷ് മീൻ. നാട്ടിലൊക്കെ നല്ല പൈസ കൊടുക്കണം നെമ്മീനൊക്കെ. തല വെച്ചിട്ട് ഒരു വശം എടുക്കാം. എളുപ്പപ്പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നാളെ ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇതിലോട്ടൊന്ന് പറക്കി ഒന്ന് വരച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അങ്ങ് മസാല ഇട്ട് വെച്ചാൽ കുഴപ്പമില്ല. ഒന്ന് ചിലർ പറയും ഈ വലിയ പീസ് എന്തിനാണ് വെട്ടുന്നത്, ചെറിയ പീസാക്കിക്കൂടെ. ഇവിടെ അങ്ങനെ പറ്റും. ചെറുതായി കഴിഞ്ഞാലേ ആളുകൾക്ക് ഒരു എണ്ണത്തിനൊരു കണക്ക് കിട്ടില്ല, കൈ കിട്ടുന്ന പറയ്ക്കുള്ളൂ. മറ്റു ഓരോരുത്തർ ഓരോ പീസങ്ങ് ആക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പീസങ്ങ് എടുത്താൽ മതി. നാട്ടിലെ പോലെ ചെറുതായിട്ടൊന്നും വരയ്ക്കില്ല. ഇത്ര ഇടവിട്ടങ്ങ് വരച്ച് ഇല്ലേ. കത്തി നോക്കിയില്ലെങ്കിൽ നല്ല വിഴുവിഴുപ്പുള്ളതുകൊണ്ട് ചറുക്കി കയ്യിലെല്ലാം വെട്ടിയിട്ടായിരുന്ന പാകം. അങ്ങനെ എല്ലാ മീനും ഒന്ന് വരച്ചാൽ നല്ല വൃത്തി ഒന്ന് ഫ്രഷായിട്ടൊന്ന് കഴുകുക, മസാല ഇടുക. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ പണിക്ക് സമയത്തങ്ങ് എടുത്ത് പൊരിച്ചാൽ മതി.
അല്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ മീൻ വെട്ട് നാളത്തേക്കുള്ളത്. കണ്ടില്ലേ, സൂപ്പറായില്ലേ? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഓക്കെ കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് മീൻ.